Praise the Lord. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु यीशु मसीह के मीठे मधुर नाम आज यहाँ पर ऊंचा होने ഇന്ന് 9ാമത്തെ ഞായറാഴ്ചയാണ് ദൈവത്തിന്റെ ആലയത്തിൽ നമുക്ക് ഒരുമിച്ച് വന്നുകൂടി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നത്. आज 9वीं रविवार है कि परमेश्वर के आलय में हम बिना ना आते हुए घरों पे बैठकर आराधना कर रहे हैं. പക്ഷേ ഇതുപോലുള്ള സംവിധാനങ്ങൾ തന്ന ദൈവത്തിന് ആദ്യമായി മുഴുവൻ മഹത്വം അർപ്പിക്കുക. लेकिन ऐसे टेक्नोलॉजी दिया हुआ परमेश्वर को अपरंपार धन्यवाद करना चाहिए. അതുകൊണ്ട് പല പുതിയവരുമായിട്ട് ബന്ധപ്പെടുവാനും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ഇടയാകുന്നുണ്ട്. इसलिए कई सारे नए नए व्यक्तियों से ऑनलाइन जरिए हम आराधना कर पा रहे हैं, मिल पा रहे हैं. ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രവചന ശബ്ദം ഓർക്കുന്നത് കൊണ്ട് അത് പറഞ്ഞ് മുൻപോട്ട് പോകാൻ यहाँ पर जब मैं खड़ा हूँ तो एक भविष्यवाणी की आवाज में याद रखता हूँ, इसलिए मैं बोलकर आगे बढ़ूँ. ഞാൻ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയ അല്ലെങ്കിൽ ആർമിയിൽ നിന്ന് വാളണ്ടിയർ സർവീസിന് വേണ്ടി മിനിസ്ട്രി ചെയ്യാനായിട്ട് ഇറങ്ങി വന്ന് ആദ്യത്തെ 1-2 മാസങ്ങൾക്കുള്ളിൽ ശുശ്രൂഷ ആരംഭിച്ച ദിവസങ്ങളിൽ തന്നെ मेरी सेवा की आरंभ के समय पर जैसे ही मैं आर्मी से वॉलंटरी रिटायरमेंट लेके मैं निकला, उसी समय पर ഒരു പ്രവാചകൻ എന്റെ തലയിൽ കൈവച്ച പ്രകാരം പറഞ്ഞിരുന്നു. एक परमेश्वर की अभिषिक्त भविष्यवक्ता ने मेरे सर पर हाथ അന്ന് रखकर इस ഇതുപോലുള്ള प्रकार बोला. സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഇന്നേക്ക് 20 വർഷം മുന്നേ ബാക്കിൽ आज से 20 साल पहले ऐसे कोई टेक्नोलॉजी उस समय पर नहीं था. ബട്ടൺ ഞെക്കിയാൽ ഫോട്ടോ വരുന്നു പ്രസംഗം വരുന്നു, ഇങ്ങനെ ആൾക്കാർ കേൾക്കുന്നു എന്നൊരു പ്രവചനം എന്ന് एक പറയുന്നു. भविष्यवाणी उन्होंने इस प्रकार आत्मा में परमेश्वर की वाणी मुझसे कहा कि बटन क्लिक करते ही आपकी जो सुसमाचार है, आप कहने वाली वचन है, कई लोग सुन रहे हैं ऑनलाइन के जरिए. അന്ന് ആകെ ഉണ്ടായിരുന്നത് ടേപ്പ് റെക്കോർഡറാണ്, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ മെസ്സേജുകളൊക്കെ ടേപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് പിന്നെ കാസറ്റ് കൊണ്ടുപോയി കേൾക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ വിചാരിച്ചു അതായിരിക്കും. उन दिनों में जो मैं बोल रहा हूँ 20 साल पहले 21 साल पहले उस समय पर टेप रिकॉर्डर का एक जमाना हुआ करता था, तो मैं सोच रहा था कि एक मैसेज रिकॉर्ड करें, कैसेट में डालें. പക്ഷെ ഇതുപോലെ ഇവിടെ പ്രസംഗിക്കുന്ന അതേ സമയത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കേൾക്കത്തക്ക വിധത്തിൽ ദൈവം ഇപ്രകാരം ചെയ്തതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. लेकिन आज जब मैं वहां पे बैठ रहा था, आराधना कर रहा था, 20 साल के बाद जैसे परमेश्वर अल्पदायिक काम रीति से अपने भविष्यवाणी को पूरा कर रहा था, मैं उसको याद कर कर परमेश्वर का धन्यवाद करता हूं. ഞങ്ങൾ ഇവിടെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. हम यहाँ पर परमेश्वर की भारी उपस्थिति को अनुभव कर कर यहाँ पर खड़े हैं मेरे प्रियो. വാക്കുകളിൽ അതെനിക്ക് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നില്ല. शब्दों में मैं आपके सामने उसको नहीं बता सकता. ദൈവത്തിലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതിനകത്ത് ആളുകൾ ഒന്നുമില്ലെങ്കിലും ഭയങ്കര ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കും. मेरे प्रियो, यहाँ पर बैठने के लिए शायद लोग नहीं होंगे, लेकिन उससे बढ़कर यहाँ पर बहने वाली परमेश्वर की उपस्थिति उससे बहुत ही ज्यादा भारी ഇത് है. ഞാൻ ഒട്ടും കാരണം ദൈവത്തിന് നമ്മുടെ കള്ളം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ കള്ളം പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട കാര്യമില്ല. मेरे प्रियो, परमेश्वर को मनुष्य का झूठी एक महिमा का जरूरत नहीं है. महिमा में विराजमान रहने वाले परमेश्वर को मनुष्य का झूठ का क्या പക്ഷേ काम. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നത്, ആരാധിക്കുമ്പോഴൊക്കെ ആരാധന വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോഴൊക്കെ കാലുകൾ ഉറയ്ക്കാത്ത വിധത്തിൽ ആത്മസാന്നിധ്യത്തിൽ നൃത്തം അറിയാതെ ചവിട്ടിപ്പോകുന്ന ആ ഒരു രീതിയായിരുന്നു പ്രസൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. लेकिन यहाँ पर जब आराधना यहाँ पर लीड किया जा रहे हैं, जब आराधना यहाँ पर किया जा रहा है, पावों को धरती पर ना रखने जैसा, ऑटोमेटिकली पाव ऊपर कूदने जैसा परमेश्वर की एक भारी उपस्थिति को हम अनुभव कर रहे ഞാൻ हैं. വിശ്വസിക്കുന്നു നിങ്ങളും അത് मैं അനുഭവിക്കുക. विश्वास करता हूँ कि आप लोग भी आपके भवनों में ये अनुभव करते हैं. മറ്റൊരു കാര്യം ഞാൻ ഉറപ്പോടുകൂടി ശക്തിയോടുകൂടി പ്രവചിച്ച് ആ ഉറപ്പോടുകൂടി വിളിച്ചു പറയാം. एक और बात मैं बड़ी ही आपसे भविष्यवाणी के जरिए मैं आप लोगों तक पहुंचाऊं. ഇത് 3ാമത്തെ ആഴ്ചയാണ് ഭയപ്പെടേണ്ടെന്ന് സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ദൈവാത്മാവിനെ പ്രേരിപ്പിച്ചത്. मत डर करके रहने वाले सीरीज का 3रा हफ्ता है जो आपके सामने है. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എനിക്കൊന്നറിയാം, इसलिए मैं एक बात जानता हूं, കഴിഞ്ഞ 2 ആഴ്ചകളിലും കേട്ടിട്ടും അല്പമെങ്കിലും ഭയം എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ, अगर 2 हफ्ते सुनने के बावजूद भी कहीं ना कहीं थोड़ा सा भी डर अगर आपके अंदर छुपा है, तो ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, मैं आत्मा में भविष्यवाणी करूं. ഈ വചന നിങ്ങൾ ശ്രവിച്ചതിന് ये ശേഷം वचन को आप लोग ध्यान करने के बाद ഭയത്തിന്റെ ദാസത്വത്തിൽ നിന്ന് ദൈവം നിങ്ങളെ പൂർണ്ണമായി വിടുവിക്കും. हे वो डर की गुलामी से परमेश्वर आपको आजाद करेगा. ഭയത്തിന്റെ കാരണം എന്തുമായിക്കൊള്ളട്ടെ, डर का कारण कुछ भी क्यों ना हो, ആരോഗ്യ വിഷയമാകട്ടെ, आपका हेल्थ क्यों ना हो, സാമ്പത്തിക आपका വിഷയമാകട്ടെ, फिनांस क्यों ना हो, കുടുംബത്തിന്റെ തകർച്ചകളാകട്ടെ, पारिवारिक टूटना क्यों ना हो, ബിസിനസിന്റെ വിഷയമാകട്ടെ, बिजनेस का विषय क्यों ना हो,
മിനിസ്ട്രിയുടെ വിഷയമാകട്ടെ, मिनिस्ट्री का विषय क्यों ना हो, വിവാഹത്തിന്റെ വിഷയമാകട്ടെ, शादी का विषय क्यों ना हो, എന്ത് വിഷയമായിക്കൊള്ളട്ടെ, कोई भी विषय क्यों ना हो, ഞാൻ ആത്മാവിൽ मैं പ്രവചിക്കുന്നു. आत्मा में वाणी ഈ बोलूं, മൂന്നാമത്തെ ഞായറാഴ്ച അത് പ്രസംഗിക്കുമ്പോൾ ये तीसरी हफ्ते जब मैं प्रचार करूं, ഇന്ന് ഞാനല്ല നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്, ये आज मैं नहीं यहाँ पर सेवा कर रहा ദൈവത്തിന്റെ हूं, ആത്മാവ് നിങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. परमेश्वर की आत्मा यहाँ पर सेवा कर ഈ रहा है, വചനത്തിൽ ശക്തിയുണ്ട്, ये वचन में सामर्थ्य है, ദൈവത്തിന്റെ ये വചനമാണ്. परमेश्वर का वचन है, നിങ്ങൾ വെറുതെ വിളിച്ചു പറയുന്നവർ മാത്രമാണ്. यहाँ पर ऐसे हम बोल नहीं रहे, നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലെ ആയുധങ്ങൾ മാത്രമാണ്. हम परमेश्वर के हाथों के हथियार हैं പക്ഷേ सिर्फ, വചനം ദൈവത്തിന്റേതാണ്, लेकिन वचन परमेश्वर का, സംസാരിക്കുന്ന ദൈവമാണ്. बातें परमेश्वर का, അതുകൊണ്ട് ഇന്ന് പകൽക്കാലം इसलिए വിശ്വസിക്കുക. आज सुबह विश्वास करो, ഇന്ന് പകൽ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ आज जब आप ये वाणियों को सुने, നിങ്ങൾ പോലും അറിയാതെ ഭയത്തിന്റെ ആത്മാവ് എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ട് आप എങ്കിൽ भी ना जानते हुए डर की आत्मा कहीं ना कहीं छुपा है, ആ ഭയത്തിന്റെ ദാസത്വത്തിൽ നിന്ന്, वो डर की गुलामी में से, ആ ഭയത്തിന്റെ ആത്മാവിൽ वो നിന്ന് डर की आत्मा से എന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിടിവിക്കുന്ന मेरा പകൽക്കാലമാണ്. परमेश्वर आपको छुड़ाएगा निश्चय। ഉറപ്പുള്ളവരോട് സ്തോത്രം ये പറയാം. रहने वाले लोग मेरे साथ एक धन्यवाद പൂർണ്ണമായി बोले, വിശ്വസിക്കുന്ന ആമേൻ പറയാം. विश्वास करने वाले लोग आमीन टाइप ഞങ്ങൾ करो, വിശ്വസിക്കുന്നു, हम विश्वास करते ഞങ്ങൾ हैं, അതുകൊണ്ട് പറയുന്നു इसलिए हम बोलते हैं ആമേൻ. आमीन, Praise the Lord. हालेलुया। നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്കില് പോസ്റ്റർ കണ്ടു കാണും. आपने फेसबुक में हमारा पोस्ट को देखा होगा, Fear not, for I am with you. मत डरो क्योंकि मैं तुम्हारे संग। വചനം പലർക്കും മനസ്സിലായി കാണും. वचन कई लोगों को मिल गया होगा। യെശയ്യാവിന്റെ പുസ്തകം 41 അധ്യായത്തിന്റെ 10ാമത്തെ വാക്യമാണ്. यशायाह भविष्यवक्ता का पुस्तक 41 अध्याय उसका 19वीं आयत, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. हम आप लोगों के लिए पढ़ना चाहते हैं। അത് ഇപ്രകാരമാണ്. ഞാൻ 8 മുതൽ വായിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. हम 8वीं आयत से आपके लिए पढ़ते हैं। നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു കേൾക്കുകയും ചെയ്തിരിക്കുന്നതിനായുള്ളവേ, നീ ഭയപ്പെടേണ്ട. इस प्रकार कहता है, हे मेरे दास इस्राएल, हे मेरे चुने हुए याकूब, हे मेरे मित्र अब्राहम के वंश, तू जिसे मैंने पृथ्वी के दूर दूर देशों से लिया और पृथ्वी के छोर से बुलाकर यह कहा, तू मेरा दास है, मैंने तुझे चुना और तेरा तजा और तजा नहीं, मत डर क्योंकि मैं तेरे संग हूं। നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ध्यान से सुनने पाए 10वीं आयत आप लोगों के लिए मैं हिंदी में पढ़ना चाहता हूं। मत डर क्योंकि मैं तेरे संग हूं, इधर उधर मत ताक क्योंकि मैं तेरा परमेश्वर हूं, मैं तुझे दृढ़ करूंगा और तेरी सहायता करूंगा, अपने धर्ममय दाहिने हाथ में से तुझे संभाले रहूंगा। ഇവിടെ 5 പ്രാവശ്യമാണ് ഞാൻ 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 എന്ന പദം अगर ഉപയോഗിച്ചിരിക്കുന്നത്. आप ध्यान करेंगे, हमने पढ़ा हुआ आयत में 5 बार परमेश्वर ने मैं करके बोला വെറും है, 10ാമത്തെ വാക്യത്തിൽ മാത്രം. सिर्फ 10वीं आयत में। അതുപോലെ 5ാമത്തെ വാക്യം 5 പ്രാവശ്യമാണ് നീ 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 എന്ന് और ഉപയോഗിച്ചിരിക്കുന്നത്. वही 10वीं आयत में 5 बार तुम करके बोला है। എങ്ങനെ ഇത് പറയുന്നത്? 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. हम समझ सकते हैं कि ये 2 व्यक्तियों के बीच में होने वाली वार्तालाप, ഒരാൾ പറയുകയാണ് ഞാൻ, एक कहते हैं मैं, ഇപ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ऐसे समझ सकते हैं ഞാനും സാംസണും തമ്മിലുള്ള ഇത് സംസാരമാണ്. मैं और सैमसन के बीच में रहने वाली बात ഞാൻ है। സാംസണോട് പറയുകയാണ്, मैं सैमसन से कहता हूँ, സാംസൺ ഞാൻ നിന്നെ ബലപ്പെടുത്തും, सैमसन मैं तुम्हें बल दूंगा, ഞാൻ നിന്നെ मैं ശക്തീകരിക്കും, तुम्हें शक्ति दूंगा, ഞാൻ നിന്നോട് കൂടെ मैं ഇരിക്കും, तुम्हारे साथ रहूंगा, നീ ഭയപ്പെടേണ്ട, तुम क्यों डरते हो, എന്റെ കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. मेरे हाथों से मैं तुम्हें संभालूंगा। ഇത്രയും മനസ്സിലായല്ലോ. इतना समझ में आया। ഇപ്പൊ എന്റെ ഇന്നത്തെ വിഷയം, लेकिन मेरा आज का विषय, ആരാണ് ഞാൻ, कौन है मैं, ആരാണ് നീ, कौन हो तुम, ഇത് മനസ്സിലായി കഴിഞ്ഞാൽ, ये समझने से, ഈ ഞാൻ എന്ന് പറയുന്നത് ആരെന്നൊന്ന് മനസ്സിലായാൽ, ये मैं कौन है करके अगर आप समझने से, നീ എന്ന് പറയുന്ന ആരെന്നൊന്ന് മനസ്സിലായാൽ, तुम कौन करके तुम अगर समझने നിന്റെ से, ജീവിതത്തിനകത്ത് ഒരിക്കലും നീ ഭയപ്പെട്ടു പോകത്തില്ല. तुम्हारे जीवन के अंदर फिर डर की गुलामी में नहीं रहोगे। എപ്പോഴെങ്കിലും പിശാച് നിന്നെ ഭയപ്പെടുത്തി അടിമയാക്കുവാൻ ശ്രമിക്കുമ്പോൾ, शत्रु जब भी आपको भय के अधीन रखकर आपको डराना क्यों ना അന്നേരം चाहे, നീ വിളിച്ചു പറയണം, तब आप बोलेंगे ഞാൻ ഒറ്റയ്ക്കല്ല, मैं अकेला नहीं हूँ, ഞാൻ എന്ന് പറയുന്ന ഒരുവൻ എന്നോട് കൂടെയുണ്ട്. मैं करके बोलने वाला एक मैं मेरे साथ അതുകൊണ്ട് है, ഭയപ്പെടുകയില്ല. इसलिए मैं नहीं डरूंगा, അത് ഏത് വിഷയമാകട്ടെ. कोई भी विषय क्यों ना हो। അന്നേരം നിന്റെ ഭയത്തിന്റെ ആത്മാവ് നിന്നെ വിട്ടുമാറുവാൻ उसी क्षण आपके अंदर का भय की आत्मा आपको छोड़कर दूर जाएगा। അതുകൊണ്ടാണ് ദാവീദ് രാജാവ് പറഞ്ഞത്, इसलिए दाऊद राजा कहता ഞാൻ है, ഭയപ്പെടുന്ന നാളിൽ मैं डरने वाले समय അവനിൽ ആശ്രയിക്കും. उस पर आश्रय करूंगा। ആരാണ് ഈ അവൻ, कौन है वो, ആരാണ് ഈ ഞാൻ, कौन है ये मैं,
ഇതൊക്കെ ഒന്ന് പറയുവാൻ എന്നെ കർത്താവ് അവിടെ ये बोलने के നിർത്തിയിരിക്കുന്നു. लिए मैं आपके सामने आज आया हूँ. ഞാൻ ആദ്യമേ പറഞ്ഞത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള मैंने സംഭാഷണമാണ്. पहले ही कहा ये दो व्यक्तियों के बीच में होने वाली भाषण है. അങ്ങനെയെങ്കിൽ നീ ആരാണ് അവിടെ ഞാൻ തുടങ്ങുവാൻ ऐसा है तो ആഗ്രഹിക്കുന്നത്. तुम कौन होकर के मैं आरंभ करूं. അതിന്റെ 8ാമത്തെ വാക്യം, उसकी 8वीं आयत, നീയോ हे मेरे दास, എന്റെ ദാസനായ ഇസ്രായേലേ. मेरे दास इस्राएल. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 കാര്യങ്ങളുണ്ട്. वहां पर 4 बातें. ഒന്ന്, നീ എന്റെ ദാസനാണ്. एक, तू मेरा दास है. ഒന്ന്, നീ വിളിക്കപ്പെട്ടവനാണ്. एक, तू बुलाया गया हुआ है. മൂന്നാമത് നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. 3, तुम चुने हुए हो. നാലാമത്തത് നീ എന്റെ സ്നേഹിതനായ അബ്രാഹാമിന്റെ സന്തതിയാണ്. 4, तू मेरा मित्र अब्राहम का संतान है. ഒന്നുകൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. और बार बोलूं. ഒന്ന്, നീ എന്റെ ദാസനാണ്. एक, तू मेरा दास. രണ്ട്, നീ വിളിക്കപ്പെട്ടവനാണ്. 2, तू बुलाया गया हुआ. മൂന്ന്, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. 3, तुम चुने हुए हो. 4, നീ എന്റെ സ്നേഹിതനായ അബ്രാഹാമിന്റെ സന്തതിയാണ്. 4, तुम मेरे मित्र अब्राहम के संतान हो. അബ്രാഹാമിന്റെ അനുഗ്രഹം अब्राहम की आशीष ജാതികൾക്ക് വരേണ്ടതിന് जातियों के लिए യേശു ക്രിസ്തുവിന്റെ നാമത്തിലോ यीशु मसीह के नाम से ആത്മാവിനെ പകർന്നു തന്നിരിക്കുന്ന आत्मा में दिया हुआ ദൈവത്തിനായി നന്ദി പറയുന്നു. परमेश्वर के लिए धन्यवाद. ഇന്ന് പകൽക്കാലം आज सुबह എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, കുഞ്ഞേ, മാതാവേ, सुनने वाले भाई बहनों, ദൈവദാസ, हे परमेश्वर के താങ്കൾ दास, സാധാരണക്കാരനല്ല. आप साधारण ഇന്ന് व्यक्ति താങ്കൾ नहीं. മനസ്സിലാക്കണം, आज आप समझे, താങ്കളൊരു വിളിക്കപ്പെട്ടവനാണ്. आप चुने हुए एक जाति है. ലോക സ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തു യേശുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. संसार के नींव डालने से पहले चुने हुए हैं आप. അബ്രാഹാമിന്റെ സന്തതിയാണ്. अब्राहम के संतान, മാത്രമല്ല कोई नहीं, യേശു ക്രിസ്തുവിന്റെ ദാസനാണ്. यीशु मसीह के दास है आप. എന്താ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? क्या है उसका उद्देश्य? പൗലോസ് അപ്പോസ്തലനോട് ചോദിക്കൂ. प्रेरित पौलुस से पूछिए. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, वे कहते हैं, I am a born servant of Jesus Christ. मैं परमेश्वर का जन्मा हुआ एक सर्वेंट दास എന്താ അതിന്റെ हूँ. അർത്ഥം? उसका मतलब क्या है? പഴയ നിയമ കാലഘട്ടത്തിൽ पुराने नियम के अवसर पे ഒരുവനെ ദാസനായി എടുത്തു കഴിഞ്ഞാൽ एक व्यक्ति को अगर दास के तौर पर ले लिया അവന് जाए, പോകുവാൻ ആഗ്രഹമില്ലെങ്കിൽ वो अगर जाना नहीं चाहे तो കട്ടിളപ്പടിമേൽ വെച്ചിട്ട് उसको एक जगह पर रखकर അവന്റെ കാത് കുത്തിത്തുളയ്ക്കും. उसके जो कानों को होल ആ बनाएंगे, കാത് കുത്തിത്തുളച്ചു കഴിഞ്ഞാല് वो होल को होल बनाने के ആ बाद ദാസൻ പിന്നെ എന്നേക്കും യജമാനന്റെ वो അടിമയായിരിക്കുകയാണ്. दास फिर हमेशा के लिए उस मालिक के अधीन है. ആ പദമാണ് പൗലോസ് അപ്പോസ്തലൻ वो ഉപയോഗിക്കുന്നത്. शब्द आवाज को पौलुस कहता है. അങ്ങനെയാണെങ്കിൽ ऐसा है तो ഇന്ന് പകൽ വിളിച്ചു പറ, आज बोलो, എനിക്കൊരു യജമാനനുണ്ട്, मुझे एक मालिक है, എനിക്കൊരു മാസ്റ്ററുണ്ട്, एक मालिक है, എനിക്കൊരു ഉടയവനുണ്ട്. एक प्रभु है, അത് മറ്റാരുമല്ല, कोई नहीं, അതെന്റെ യേശുവാണ്. यीशु है. Jesus is my master. यीशु मेरा मालिक है. Jewish carpenter is my master. वो जो कारपेंटर मेरा मालिक है. I have sold out to him. मैंने अपने आप को बेच दिया. ഞാൻ അവനുള്ളവൻ, मैं उसके लिए, അവൻ എനിക്കുള്ളവൻ. वो मेरे लिए. ഇന്ന് പകൽ ദൈവം ആ ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. परमेश्वर वो आवाज आज നീ उपयोग എന്റെ करता है. ദാസൻ എന്ന് പറയുമ്പോൾ तुम मेरा दास जब നീ बोलते हो, എനിക്കുള്ളവനാ तुम मेरे लिए എന്ന് പറഞ്ഞാൽ बोलने से എന്റെ കയ്യിൽ നിന്ന് मेरे हाथों से നിന്നെ കൊണ്ടുപോകുവാൻ, तुझे ले जाने, നിനക്കൊരു ദോഷം ചെയ്യുവാൻ, तुझे हानि लाने, നിന്നെ തകർക്കുവാൻ, तुम्हें नष्ट करने, നിന്നെ പിടിച്ചുകൊണ്ടു പോകുവാൻ पकड़ा ले जाने ഓരോരുത്തരും കഴിയത്തില്ല. किसी से नहीं होगा. കാരണം ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുകയാ, क्योंकि मैंने तुम्हें छुड़ाया ഞാൻ है, നിന്നെ വിടുവിച്ചിരിക്കുകയാ. मैंने तुम्हें बचाया നീ है. എന്റേതാ, तू मेरे നീ हो, എനിക്കുള്ളവനാ. मेरे हो. ഇന്ന് പകൽ ഉറപ്പുള്ളവർക്കായി സ്തോത്രം. यहाँ रहने वालों के लिए धन्यवाद. ഒന്ന്, താങ്കൾ ആരാണ് താങ്കൾ ഈ പകൽ തിരിച്ചറിയണം. एक आप कौन है करके आज जानने पाए. ആരാണ് താങ്കൾ? कौन है आप? താങ്കൾ സാധാരണക്കാരനല്ല. साधारण व्यक्ति नहीं യേശുവിന്റെ രക്തത്താൽ വിലക്കി വാങ്ങപ്പെട്ടവരാ. है. यीशु के लहू से स्वीकार प्राप्त किए ഞാൻ हुए लोग. പദം ഇതിനു മുന്നേ പറഞ്ഞിരുന്നു, मैंने एक शब्द से पहले ഒരു कहा, സന്ദേശം തന്നെ എടുത്തിരുന്നു. एक संदेश You मैंने are बोला, not hired but you are purchased with the blood of Jesus Christ. तुम किराए पे लिए हुए नहीं हो बल्कि तुम खरीदे गए हो. किसके जरिए? प्रभु यीशु मसीह के बहुमूल्य लहू के जरिए. നിങ്ങൾ വാടകയ്ക്കെടുത്തവരല്ല, तुम किराए पे नहीं हो. നിങ്ങൾ യേശു വിലക്ക് വാങ്ങിയതാ. ईश्वर यीशु ने तुम्हें खरीदा അവരൊരു है. വില കൊടുത്തുവെങ്കിൽ उसने एक വില കൊടുത്തു വാങ്ങിയ നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനായ ഒരു യേശുവിനെയാ നിങ്ങൾ ആരാധിക്കുന്നത്. प्राइस दिया हुआ एक परमेश्वर की आराधना के लिए आप बुलाए गए हो. അപ്പൊ നിങ്ങൾ ആരാണ്? एक आप कौन है?
ഇന്ന് പകൽ ഉറപ്പേറ്റെടുക്കാം. आज सुबह वो ही आपसे ഏത് ഭയത്തിന്റെയും നടുവിൽ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. कोई भी डर के बीच में आपके अंदर ये बुलंद आवाज होना चाहिए. താങ്കൾ ആരാണെന്നുള്ള ഉറപ്പ്. आप कौन है करके किया. You are a masterpiece. आप परमेश्वर के बनाए हुए एक पात्र. ഞാൻ ഒന്നുകൂടി അതിനെ വിവരിക്കുവാൻ ആഗ്രഹിക്കാം. और थोड़ा बताऊं तो മുൻപോട്ട് പോകുമ്പോൾ आगे जब बढ़े നിങ്ങളും ആ ഞാൻ എന്ന് പറയുന്ന ഐ ആം എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധങ്ങൾ, आई एम करके बोलने वाला है, मैं जो हूं करके बोलने वाला, उनके साथ का रिश्ता ശ്രദ്ധിക്കണമേ. ध्यान करें. ഞാൻ എന്ന് പറയുന്നവൻ ആരാ? ഇനി ഞാൻ मैं അങ്ങോട്ട് करके बोलने वाले कौन है. आज वहां पर अभी बढ़े. ഞാൻ നിന്നോട് കൂടെയുണ്ടോ? मैं तुम्हारे साथ हूं. ഞാൻ നിന്നെ ശക്തീകരിക്കും. मैं तुम्हें शक्ति दूंगा. ഞാൻ നിന്നെ ബലപ്പെടുത്തും. मैं तुम्हें बल दूंगा. ഞാൻ നിന്നെ സഹായിക്കും. मैं तुम्हारी सहायता करूंगा. ഞാൻ എന്റെ വലം കൈ കൊണ്ട് നിന്നെ താങ്ങും. मैं मेरे दाहिने हाथ से तुम्हें संभालूंगा. ആരാ ഈ ഞാൻ? कौन है ये मैं. ഞാനൊന്ന് ചോദിച്ചു, मैं पूछा നീ ആരാ? तुम कौन. Praise the Lord. Hallelujah. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. एक बात समझ में आया. ഇത് ഞാൻ മാത്രമല്ല ചോദിച്ചത്. ये सिर्फ मैंने नहीं पूछा. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയൊരു ലീഡർ ആയിരുന്ന മോശ ചോദിച്ചു, നീ ആരാന്ന്? पूरे ब्रह्मांड के अंदर अगर देखा जाए सबसे एक बड़ा नायक कहलाने वाला मूसा नबी ने स्वयं पूछा कि आप कौन. ഞാൻ मैं जो हूँ. ഞാൻ मैं ആരാ നീ? कौन हो तुम. എന്താ നിന്റെ പേര്? क्या है तुम्हारा नाम. Praise the Lord. हालेलुया. നിനക്കൊരു പേരില്ലേ? क्या तुम्हें कोई नाम नहीं. ശ്രദ്ധിക്കണമേ. ध्यान करे. ദൈവവേദലേ നിങ്ങൾ ആരോടെങ്കിലും പറയുവാന്നിരിക്കട്ടെ, अगर आप किसी से बोल रहे हैं, നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുക, आपसे कोई पूछता है നിങ്ങളുടെ പാസ്റ്റർ ആരാ? आपका पास्टर कौन है. ഞങ്ങളുടെ പാസ്റ്റർ, हमारा पास्टर. ഞങ്ങളുടെ പാസ്റ്റർ, हमारा पास्टर. ഞങ്ങളുടെ പാസ്റ്റർ. हमारा पास्टर. പാസ്റ്ററിന്റെ പേരില്ലേ? पास्टर का नाम नहीं है. മനസ്സിലാകുന്ന കാര്യം. समझ में आ रहा है आपको. ഞാനും നിങ്ങളും സമൂഹത്തിലും മറ്റുള്ളവരിലും അറിയപ്പെടുന്ന നമ്മുടെ പേരുകൊണ്ടാണ്. मैं और आप समूह में और लोगों के बीच में जाना जाते हैं हमारे नाम के जरिए. സാബു എന്നാകട്ടെ, സാംസൺ എന്നാകട്ടെ, സാലി എന്നാകട്ടെ, ദീക്ഷിത് എന്നാകട്ടെ, ലതീഷ് എന്നാകട്ടെ, ചന്ദ്രൻ എന്നാകട്ടെ, ബിന്ദു എന്നാകട്ടെ, വർഗീസ് എന്നാകട്ടെ, നയൻ എന്നാകട്ടെ, പേരുകൊണ്ട് എല്ലാവരും അറിയപ്പെടുന്നു. नाम से हम सभी लोग जाना जाते हैं. वो सैमसन होने पाए, दीक्षित होने पाए, जोसेफ होने पाए, कोई भी क्यों ना होने पाए. പേരുകൊണ്ടാണ് നാം അറിയപ്പെടുന്നത്. नाम से मैं और आप जाना जाते हैं. മോശയുടെ അടുക്കൽ തീയിൽ ദൈവം ഇറങ്ങി വന്നു. मूसा के सामने आग में परमेश्वर आया. എന്നിട്ട് മോശയോട് പറഞ്ഞു, मूसा से कहा, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു. और इस प्रकार कहा, अब्राहम, इसहाक और याकूब का तुम्हारा पिता का परमेश्वर हूं मैं. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ജനത്തിന്റെ നിലവിളി കേട്ടു, സങ്കടം കണ്ടു, വേദന അറിയുന്നു. और कहा कि मैंने मेरे जन के आंसू को देखा, उनके प्रार्थनाओं को सुना और उनके दुख को जाना. ഞാനിപ്പോൾ ഫറവോന്റെ അടുക്കൽ നിന്നെ അയക്കും. मैं फिर उनके पास मैं भेजूंगा. ഇങ്ങനെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ऐसे मैं करीने बोल रहे थे. ഈ മോശ ഒരു ചോദ്യം ചോദിച്ചു. मूसा हमारे तरह वो एक सवाल पूछे. കാര്യമൊക്കെ ശരിയാ, सब सही है. ഞാൻ ഈ മിസ്രൈമിൽ നിന്റെ ജനത്തോട് എന്ന് പറയുകയാണെന്ന് मैं നോക്കട്ടെ, मिस्र में तुम्हारे जन से जाके बोलूं, നിന്റെ പിതാക്കന്മാരുടെ ദൈവം എനിക്ക് വെളിപ്പെട്ടു എന്ന് പറഞ്ഞു. तुम्हारे पिताओं का परमेश्वर मेरे सामने आए बोलने അവന്റെ से, പേര് എന്ത് എന്ന് അവരോട് ചോദിച്ചാൽ उसका नाम क्या है करके वो पूछने से ഞാൻ എന്തു പറയും? मैं क्या बोलूं. അന്നേരം ദൈവം പറഞ്ഞു, उसके समय पर खुदा ने कहा, ഞാനാകുന്നവൻ ഞാനാകുന്നു. मैं जो हूं सो हूं. I am the great I am. मैं जो हूं सो हूं. ഇന്നു രാത്രി ആരാ നിന്നോട് കൂടെയുള്ളത്? आज आपके साथ कौन है मेरे प्रियो. ആരാ പറയുന്നത്? कौन बोलता അവൻ है. പറഞ്ഞതെന്നറിയാമോ? उससे क्या बोला मालूम है. ഞാനാകുന്നവൻ मैं जो ഞാനാകുന്നു हूं सो हूं. എന്ന് പറഞ്ഞാൽ बोलने से എന്നെ പോലെ വേറെ ഒരുവനില്ല. मेरे समान कोई नहीं. ഞാൻ ആരാണെന്നറിയാമോ? मैं कौन हूं मालूम है. ഇരുന്നവനോ जो है, ഇരിക്കുന്നവനോ जो है, വരുന്നവനുമാ. जो आने वाला है. ഞാൻ ആരാണെന്നറിയാമോ? मैं कौन है मालूम है. ഞാൻ ലോകത്തിനെ സൃഷ്ടിച്ചവനാ. मैं संसार का सृष्टि ഞാൻ किया ആ हुआ. പദങ്ങളിലേക്ക് ഒന്ന് വരാം. उन शब्दों में मैं आऊं. മോശേ, मूसा, നീ എന്നോട് പേരല്ലേ तुमने ചോദിച്ചത്? मेरे नाम पूछा है ना. പേരുകൾ വെളിപ്പെടുത്തുന്ന വേദപുസ്തകത്തിൽ नाम बतलाते हैं परमेश्वर के. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കുമ്പോൾ उत्पत्ति से प्रकाशन वाक्य तक देखे. ഇന്ന് നാം യേശു എന്ന് വിളിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പേരുകൾ ഓരോ മണ്ഡലത്തിലും ഓരോ രീതിയിൽ വെളിപ്പെടുന്നുണ്ട്. आज हम बुलाने वाले यीशु मसीह का नाम विविध रीति में, विविध अवस्थाओं में, विविध रीति से लिया गया है. പേരുകൾക്ക് ഒരു അർത്ഥമുണ്ട്. नामों में लेकिन एक अर्थ है. നമുക്ക് പേരുകളുടെ അർത്ഥം വലിയ കാര്യമൊന്നുമില്ലായിരിക്കാം. शायद हमारे लिए नामों का कोई अर्थ नहीं होगा. നമ്മളൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ചും മലയാളി കസ്റ്റംസിൽ ഇങ്ങനെയാണ് നമ്മുടെ രീതികളിൽ അപ്പൻ്റെ അമ്മയുടെയും പേര് ചേർത്തിട്ട് പിന്നെ മക്കൾക്ക് പേരിടുമ്പോൾ
ആ പേരിങ്ങനെ അതിനകത്ത് ഒരക്ഷരമെങ്കിലും. എക്സാമ്പിൾ, എൻ്റെ ഭവനിൽ ഞങ്ങൾ 4 പേരാണ്. എൻ്റെ മൂത്ത സഹോദരൻ്റെ പേര് സാജു, രണ്ടാമത്തെ സഹോദരിയുടെ പേര് ലിസി, എൻ്റെ പേര് സാബു, മൂന്നാമത്തെ ആളുടെ പേര് സണ്ണി. സാ വന്നു എല്ലായിടത്തും. എൻ്റെ അപ്പനും അമ്മയും സായില്ല. ഔസേപ്പിന് സാ, എൻ്റെ പിതാവിൻ്റെ പേര് ഔസേപ്പ്. അപ്പൊ ഔസേപ്പിന്റെ സാ കടമെടുത്തു. ഞങ്ങൾക്ക് 4 പേർക്ക് വിട്ടപ്പോൾ സാ വന്നു. तो मेरे भवन के अंदर अगर बोला जाए तो मेरे और 2 भाइयां हैं, एक बहन है. हमारे पिताजी का नाम औसिफ है और उनका नाम में सा है. तो उस सा को लेकर मेरे माता और पिता ने जब दिमाग लगाया तो उन्होंने 4 नाम लिए और चारों नामों में सा है. बोलने से मेरे बड़े भाई का नाम साजू, मेरी बहन का नाम लिसी, उसमें भी थोड़ा बहुत सा बचा रहेगा, और मेरा नाम आके आप जानते हैं साबू है, और मेरा छोटे भाई का नाम सन्नी है. तो चारों में सा है. നമ്മൾ പേരുകളുടെ അർത്ഥമൊന്നും ചിന്തിക്കുന്നില്ല. नामों का कोई अर्थ हम नहीं सोचते. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ, लेकिन आज के समय पर പ്രത്യേകിച്ചും വിശ്വാസ സമൂഹത്തിൽ विश्वासी समूह में കുഞ്ഞിനൊരു പേരിടുമ്പോൾ बच्चे को जब एक नाम डालते हैं 10 പ്രാവശ്യം ആലോചിച്ച് പ്രാർത്ഥിച്ച് അതിന്റെ അർത്ഥം കണ്ടുപിടിച്ച് മാത്രമാ പേരിടുന്നത്. 10 बार प्रार्थना कर कर हम लोग उसके ऊपर ध्यान करने के बावजूद ही हम लोग आकर नाम डालते हैं. കാരണം ആ പേരിൽ ഒരു ശക്തിയുണ്ട്, അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് അതിനകത്ത് क्योंकि उस नाम में एक सामर्थ्य है. അല്ല, മറ്റുള്ളവർ അത് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ. दूसरे लोग जब डालते तो समझ में आता है ना मेरे प्रियो. ഞാനത് വിവരിക്കാൻ നിൽക്കുന്നില്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ രഹസ്യമായി എന്നെ വിളിച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. कोई किसी का डाउट है तो मुझे कॉल करने पे मैं आपको बतला के समझा के दे दूंगा. അങ്ങനെയാണെങ്കിൽ മോശ ചോദിക്കുന്നത്, ആരാ നീ? ऐसा है तो मूसा पूछते हैं, कौन നിന്റെ പേരെന്താ? तुम्हारा नाम क्या है? അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലും നമ്മൾ ദൈവത്തിന്റെ പേരുകളും അതിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെയും ഇൻഫ്ലുവൻസിനെയും കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. ऐसा है तो आगे आने वाले कुछ हफ्ते और हम परमेश्वर के नाम और उस नाम का क्रियाओं के बारे में सोचने वाले അത് हैं. മനസ്സിലാക്കി കഴിയുമ്പോൾ वो समझने से ഭയത്തിന്റെ ഒരു കാണിക പോലും നിങ്ങളുടെ അകത്ത് അവശേഷിക്കത്തില്ല. डर का एक बिंदु भी आपके अंदर वास नहीं करेगा. വചനം എന്ത് പറയുന്നു? वचन क्या कहता है? ശ്രദ്ധിക്കണമേ. ध्यान करे. ആ സങ്കീർത്തനങ്ങൾ 8:9 പറയുന്നു. ഭജൻ സംഗീത 8:9 പറയുന്നു, संकीर्तनങ്ങൾ 8:9 भजन संहिता 8 उसका 9 कहता है, ഞങ്ങളുടെ കർത്താവേ, हे हमारे परमेश्वर, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. तेरा नाम पूरे संसार में पूरे पृथ्वी पर क्या ही प्रतापमय है. ഞങ്ങളുടെ കർത്താവേ, हे यहोवा, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. तेरा नाम सारी पृथ्वी पर क्या ही प्रतापमय है. അപ്പം ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠമായ വേറൊരു നാമമില്ല. पूरे ब्रह्मांड में श्रेष्ठ प्रतापमय नाम और कोई नहीं. അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ നാമത്തെ പോലെ ശ്രേഷ്ഠമായ വേറൊരു നാമമില്ലെന്ന്. हमारे परमेश्वर के तुल्य उसके समान और कोई प्रतापमय नाम नहीं है. ഒരുപാട് പേരുകൾ ദൈവത്തിൻ്റെതുണ്ട്. कई सारे नाम कई भगवानों का है. Praise the Lord. പക്ഷേ ഇന്ന് പകൽ ഞാനും നിങ്ങളും സംസാരിക്കുന്ന, ഞാനും നിങ്ങളും ആരാധിക്കുന്ന ആ ദൈവത്തിന്റെ നാമത്തെ പോലെ ശക്തമായ ഒരു നാമം, ശ്രേഷ്ഠമായ ഒരു നാമം വേറെ ഇല്ല എന്ന്. लेकिन मैं और आप सुनने वाले, मैं बातें करने वाला, आप आराधना करने वाला, हम मिलकर स्तुति करने वाला, परमेश्वर के नाम का तुल्य उसके समान और कोई नाम नहीं है करके ही आपसे दावे से मैं आप लोगों को बताना चाहता हूँ. അതുകൊണ്ട് 9-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം പറയുന്നു, इसलिए नबी भजन संहिता 10वीं आयत कहता है, നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. तेरे नाम को जानने वाले तुझ पर भरोसा रखते हैं. എപ്പോൾ ആശ്രയിക്കും? कब भरोसा रखते हैं? ശത്രുക്കൾ എന്നെ തകർക്കുവാൻ കടന്നു വരുമ്പോ, शत्रु जब तुम्हें नाश करने आए, ഭയം എന്നെ പിടിച്ചു കുലുക്കുവാൻ ശ്രമിക്കുമ്പോൾ, डर जब मुझे हिलाने के लिए आए, ഭയത്തിന്റെ ആത്മാവിനെ ദാസ്യത്വത്തിലാക്കി വെക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, कि आत्मा जब मुझे गुलामी में ले जाए, ഇതേ രാജാവായ ദാവീദ് പറഞ്ഞു, ये राजा दाऊद कहता ഇതേ है, അഭിഷിക്തൻ പറഞ്ഞു, ये अभिषेक ने बोला, എനിക്ക് ഭയം വരുമ്പോൾ जब भी मैं डर से गुजरूं, ഞാൻ അവനിൽ ആശ്രയിക്കും. मैं उस पर आश्रय रखता എന്താ हूँ. കാരണം? कारण क्या है? എനിക്ക് അവന്റെ നാമം അറിയാം. मैं उसका नाम जानता हूँ. ഇന്ന് പകൽക്കാലം आज सुबह में ആശ്രയിക്കുവാൻ ഒരു നാമമുണ്ട് എങ്കിൽ आश्रय रखने के लिए एक नाम है, ഒരൊറ്റ तो നാമമേ ഉള്ളൂ. एक ही नाम है. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശുവിന്റെ मैं നാമമാണ്. और आप आराधना करने वाला यीशु का नाम. There is great power in your name. വളരെ ശക്തിയുടെ ഒരു പേരാണ്. परमेश्वर के नाम में बड़ा सामर्थ्य है. ആ പേര് പറയുന്നു നാം ആരാണെന്ന്. वो नाम कहता है कि हम कौन ആ है. പേരാണ് നാം ആരാണെന്ന് വെളിപ്പെടുത്തുന്നത്. वो नाम हमें बतलाता है
ही कि हम कौन है। പാസ്റ്റർ സാബു എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും കേൾക്കുന്ന ജനത്തിന്, ഈ വ്യക്തി ഒരു പാസ്റ്റർ ആണെന്ന്. पास्टर साबू करके बोलने से लोगों को मालूम है कि ये व्यक्ति एक पास्टर है, ഒരു ദൈവത്തിന്റെ एक ദാസനാണെന്ന്. परमेश्वर के दास है, ഒരു പെന്തക്കോസ്ത് സഭയുടെ ഫാദർ ആണെന്ന്, അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്ത് സഭയുടെ പഠിപ്പിക്കുന്ന ഉപദേശിയാണെന്ന്. एक पेंटिकॉस्टल चर्च का एक उपदेशी है। അതാണ് പാസ്റ്റർ എന്ന് പറയുമ്പോൾ. इसीलिए जब पास्टर करके डेसिग्नेट करते പാസ്റ്റർ हैं, സാബു പാസ്റ്ററിന്റെ ഡെസിഗ്നേഷനാ. पास्टर उनको दिया जाने वाला उनके कामों का एक नाम। സാബു എന്റെ പേര്, അതോടുകൂടി തന്നെ എന്റെ ഡെസിഗ്നേഷൻ, അതിന്റെ ഉദ്യോഗത്തെ കാണിക്കുന്നു. मेरे नाम के साथ जब मैं पास्टर लगाऊं तो वो मेरा डेसिग्नेशन बनता है। ഞാൻ ആർമിയിലായിരുന്നപ്പോൾ ആർമിയിൽ എനിക്ക് ഡെസിഗ്നേഷൻ ഉണ്ടായിരുന്നു. जब मैं आर्मी में था तो मेरा एक डेसिग्नेशन था। അതെന്റെ റാങ്കിനെ, എന്റെ ഡെസിഗ്നേഷനെ കാണിക്കുന്നതിന് എന്തെന്നോ, वो मेरी ऑफिसर रैंक को बतलाता था। ഇപ്പോൾ പാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന എന്താണ് ഡെസിഗ്നേഷനെ കാണിക്കുന്നു. लेकिन आज जो मैं हूँ परमेश्वर की सेवा में, तो वो सेवा का डेसिग्नेशन मुझे पास्टर करके कहलाता പാസ്റ്റർ है। സാബു എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ദൈവസഭയുടെ പാസ്റ്ററാണ്. पास्टर साबू करके जब मैं बोलूं तो लोगों को मालूम पड़ता है कि ये कलीसिया के पासवान है, ഇതൊരു ദൈവത്തിന്റെ അഭിഷിക്തനാണ്. परमेश्वर की अभिषिक्त है, ഇത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. परमेश्वर के चुने गए हैं। അതുപോലെ പേരുകൾക്ക് ശക്തിയുണ്ട്. वैसे ही नामों के लिए सामर्थ्य है, പേരുകൾക്ക് വലിയ അർത്ഥമുണ്ട്. नामों के लिए बड़ी अर्थ है। അതുപോലെ തന്നെ നമ്മുടെ ദൈവത്തിന്റെ നാമത്തെ പോലെ ശക്തമായ വേറൊരു നാമമില്ല എന്ന് ഇന്ന് പകൽക്കാലം ഉറപ്പോടെ വ്യക്തതയോടെ വിളിച്ചു പറയുവാൻ എനിക്ക് ചങ്കൂറ്റമുണ്ട്. इसलिए मेरे अजीज मित्रों, मुझे सुनने वाले लोगों, ये आपसे मैं कह सकता हूं कि मेरा परमेश्वर के नाम का तुल्य और कोई नाम ये संसार में नहीं है। അതുകൊണ്ട് 18 പ്രോവർബ്സ് പറയുന്നു, 18:10 പ്രകാരം പറയുന്നു, नीति वचन 18 उसका 10 कहता है, പ്രോവർബ്സ് 18:10 പറയുന്നു, നിന്റെ നാമം എനിക്കൊരു സ്ട്രോങ് ടവറാണ്, ഉറപ്പുള്ള ഗോപുരമാണ്. तेरा नाम परमेश्वर मेरे लिए एक बलवंत दृढ़दायक एक खंबा है। The name of the Lord is a strong tower to me. परमेश्वर का नाम मेरे लिए एक भुज बल है। അതേ ദൈവത്തിന്റെ പൈതലേ, ആ നാമം എനിക്ക് ഉറപ്പുള്ള ഗോപുരമാണ്. हाँ मेरे प्रियो, परमेश्वर का नाम हमारे लिए एक टावर है। എന്താ ഈ ഗോപുരം എന്ന് പറഞ്ഞാൽ? टावर का मतलब क्या है? അതെന്നെ മറയ്ക്കുന്നതാ. वो मुझे छुपाता है। ആ ഗോപുരം കടന്ന് ശത്രുവിനെ ആക്രമിക്കാൻ കഴിയത്തുള്ളൂ. वो टावर को आगे बढ़ने से ही शत्रु मेरे पास आ सकता है। ഈ ക്വാറന്റൈന്റെ മീറ്റിംഗുകളുടെ നടുവിൽ ഒരു ദിവസം പറഞ്ഞിരുന്നു ചൈനയുടെ ഗ്രേറ്റ് വാളിനെ കുറിച്ച്. क्वारंटाइन की हमारी जूम मीटिंग्स में मैंने एक दिन शायद मैंने कहा द ग्रेट वॉल ऑफ चाइना के बारे में। എത്രയടി നീളമാണ് പൊക്കം ഉണ്ടായിരുന്നതും എന്തിനാണ് നിർമ്മിച്ചതെന്നും ഒക്കെ. कितना लंबा चौड़ा, उसकी लंबाई चौड़ाई मैंने सभी बताया। എന്തിനാണ് അത് അവർ നിർമ്മിച്ചത്? क्यों उन्होंने बनाया? ശത്രു രാജ്യങ്ങൾ പെട്ടെന്ന് അവരെ കയറി ആക്രമിക്കാതിരിക്കുവാൻ, ശത്രുവിനെ തടഞ്ഞു നിർത്തുവാനുള്ള ഒരു മതിലായിട്ടാണ്. शत्रु राज्य उनके पास आकर उनको आक्रमण ना करने के लिए उन्होंने उनकी सुरक्षा के लिए बनाया वो एक शगर। ശത്രുവിനെ ആക്രമിക്കണമെങ്കിൽ ആ മതിൽ പൊട്ടിക്കണം, അല്ലെങ്കിൽ അതിൽ കൂടി ജമ്പ് ചെയ്ത് അകത്ത് കടക്കണം. शत्रु अगर उनके ऊपर आक्रमण करना है तो उस दीवार को तोड़ने से ही वे अंदर आ सकते हैं। അതുകൊണ്ട് ഇന്ന് പകൽക്കാൽ സദൃശ്യവാക്യങ്ങൾ കൂടി പറ. इसलिए नीति वचन के जरिए आप बोलो, നിന്റെ നാമം എനിക്ക് ഉറപ്പുള്ള ഒരു ഗോപുരമാണ്. प्रभु आपका नाम इज अ स्ट्रांग टावर എന്ന് പറഞ്ഞാൽ എന്നെ ശത്രു ആക്രമിക്കുവാൻ കടന്നു വരുമ്പോൾ, इसलिए बोल सकते हैं जब शत्रु मेरी आक्रमण के लिए എന്നെ आए, തകർക്കുവാൻ കടന്നു വരുമ്പോൾ, मुझे नाश करने के लिए आए, പരാജയപ്പെടുത്താൻ കടന്നു വരുമ്പോൾ, पराजय करने के लिए आए, കൊല്ലുവാൻ കടന്നു मुझे വരുമ്പോൾ, मारने के लिए आए, ഭയം വിടുവാൻ കടന്നു വരുമ്പോൾ, डर डालने के लिए आए, ഞാൻ ഒറ്റ വിളി വിളിക്കും, मैं एक पुकार, എന്റെ യേശുവേ, हे मेरा यीशु। ആ ഒറ്റ വിളി മതി. वो एक नाम का അവൻ है, ഗോപുരമായി ഉയർന്നു നിൽക്കും. वो आपके लिए he will be your strong tower। ശത്രുവിനെ കാണുവാൻ കഴിയാതെ, शत्रु तुम्हें ना देखने जैसा, ശത്രുവിനെ തൊടുവാൻ കഴിയാതെ, शत्रु तुम्हें ना छूने जैसा, ശത്രുവിനെ തകർക്കുവാൻ शत्रु കഴിയാതെ तुम्हें ना नाश करने जैसा, ഉറപ്പുള്ള ഗോപുരമായി നിൽക്കുന്ന दृढ़दायक एक ആ टावर बनकर നാമത്തിനായി वो नाम को ഞാൻ ദൈവത്തെ വാഴ്ത്തുകയോ. खुदा का धन्यवाद होने पाए। ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. ഞാനിത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ मैं ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. जब ये पिछले दिनों से मैं ध्यान कर रहा था, आत्मा में परमेश्वर की सामर्थ्य को मैं अनुभव कर पा रहा था। ഹല്ലേലൂയ. हालेलुया। ഞാൻ ഒന്ന് യശയാവിലോട്ട് കടന്നിട്ട് നാമത്തിലേക്ക് വീണ്ടും വരാം. एशिया में आकर नाम में वापस आऊं। രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. दो बातें हैं, ഒന്ന് ഭയപ്പെടേണ്ട, एक मत डर, ഒന്ന് നീ ഭ്രമിച്ചു നോക്കേണ്ട. दूसरा तुम भयभीत ना हो। ഇത് രണ്ടും നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ये दोनों जब हम इंग्लिश में जब पढ़े, ഫിയർ നോട്ട് ആൻഡ്
ബി നോട്ട് ബി ഡിസ്മേഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡു നോട്ട് ഫിയർ ആൻഡ് ബി നോട്ട് ബി ഡിസ്മേഡ്. Fear not and not be dismayed करके कहा है. ഫിയർ നോട്ട് ഭയപ്പെടേണ്ട. मत डर भयभीत ना हो. ഡിസ്മേ എന്ന് പറയുന്ന അർത്ഥം പരിഭ്രാന്തരാകുക, കൺഫ്യൂഷൻ ആകുക, പരിഭ്രാന്തരാകുക. Dismayed का मतलब है बेचैन ना हो. ഇന്ത്യ ഇപ്രകാരമാണ് ഇരിക്കുന്നത്, ഭയഭീത് നഗോ ഇതർ ഉദർ മത്താക്കോ. हिंदी में लिखा है कि भयभीत ना हो और इधर उधर मत थाको. അപ്പം ഇന്ത്യയിൽ ഇതർ ഉദർ മത്താക്കുന്നത് അവിടെ ഇവിടെയും നോക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഒരു വിഷമഘട്ടത്തിലാകുമ്പോൾ, നീ ഒരു പ്രശ്നങ്ങളുടെ നടുവിലാകുമ്പോൾ, ഭയത്തിന് നടുവിലാകുമ്പോൾ, ശത്രുവിനെ തകർക്കുമെന്നാകുമ്പോൾ, ഒരു രോഗഭീതിയിലാകുമ്പോൾ, സാമ്പത്തിക കടഭാരത്തിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ ഉപേക്ഷിക്കുമ്പോൾ, ആരുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട. ഒന്ന്. രണ്ട്, നീ പരിഭ്രാന്തനാകണ്ട എന്ന് പറയുന്നത് ബേച്ചെയിൻ ആകണ്ട, എന്ന് കൺഫ്യൂഷൻ ആകണ്ട. ആര് നിന്നെ വിട്ടാലും ഞാനോട് കൂടെയുണ്ട്. इसका मतलब हम आपको समझाना चाहते हैं, जब आप एक फाइनेंशियल क्राइसिस से होकर जाते हैं, जब आप डिप्रेशन की ओर होकर जाते हैं, जब आप प्रॉब्लम और फैमिली इश्यूज से होकर जाते हैं, काम में, बिजनेस में, इंस्टीट्यूशंस में जब आप प्रॉब्लम्स में होकर जाते हैं, वचन आपको कहना चाहता है मत डर, इधर उधर मत ताक. उसका मतलब है बेचैन होकर अपने दिमाग को मत खो. Praise the Lord. Hallelujah. ഞാൻ നിന്നെ സഹായിക്കാം, मैं तुम्हारी ഞാൻ सहायता നിന്നെ करूंगा, ശക്തീകരിക്കാം, मैं तुम्हें शक्ति ഞാൻ दूंगा, നിന്നെ വിടുവിക്കാം, मैं तुम्हें छुड़ाऊंगा, ഞാൻ നിന്നെ വലം കൈ കൊണ്ട് താങ്ങാം. मैं अपने दाहिने हाथ से तुम्हें संभालूंगा. അങ്ങോട്ട് പറ. അവിടെ ഇനി ഇത്രയും മനസ്സിലായല്ലോ. ഇത്ര സമझ में आ गया. പേരിലേക്ക് പോകാം. പേരിന്റെ അർത്ഥമാ പറയാൻ പോകുന്നത്. नाम की ओर जाना चाहते हैं. അപ്പൊ ഞാൻ मैं വെളിപ്പാട് കറക്ഷൻ ഉൽപ്പത്തി 1:1 തന്നെ അവന്റെ ഒരു പേര് വെളിപ്പെട്ടിട്ടുണ്ട്. उत्पत्ति 1 का 1 में उसका नाम है എലോഹീം. एलोहीम. എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവായ ദൈവം, बोलने से सृष्टिकर्ता परमेश्वर, ആകാശത്തെ ഭൂമിയും സൃഷ്ടിച്ചവൻ, आकाश और भूमि मंडल को बनाया हुआ, ആകാശം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, आकाश उसके हाथों की क्रियाओं को प्रसिद्ध करता है, ഭൂമി അവന്റെ സൃഷ്ടിയുടെ മഹത്വത്തെ വർണ്ണിക്കുന്നു. भूमंडल उसकी सृष्टि की महिमा को दिखलाता है. ആകാശത്തെ ഭൂമിയെ മാത്രം സൃഷ്ടിച്ചവനാണോ? क्या उसने सिर्फ आकाश और भूमि को बनाया? അല്ല. ഉൽപ്പത്തി 1:27 പറയുന്നു, उत्पत्ति 1 का 20, അവൻ എന്റെയും നിങ്ങളുടെയും സൃഷ്ടികർത്താവാണ്. मेरा और आपका सृष्टि എന്ന് പറഞ്ഞാൽ വചനം പറയുന്നു, मेरा वचन कहता है എന്നെയും താങ്കളെയും സൃഷ്ടിച്ചത് അവൻ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. मुझे और आपको अपने सादृश्य में, अपने स्वरूप में सृष्टि किया. അതുകൊണ്ട് നിങ്ങൾ പരിഭ്രാന്തരാകുമ്പോൾ, इसलिए तुम बेचैन जब होते हो, ഭയം കടന്നു വരുമ്പോൾ, डर आता है, ആരെങ്കിലും നിങ്ങളെ തുച്ഛീകരിക്കുമ്പോൾ, जो भी लोग तुम्हें अपमानित ആരെങ്കിലും करें, കുറ്റം പറയുമ്പോൾ, जो भी लोग तुम्हारे साथ നിങ്ങളുടെ അകത്ത് है, ഉറപ്പേറ്റെടുക്കട്ടെ, तुम्हारे अंदर एक हियाव हो. ഞാൻ എന്ന് പറയുന്ന ഏലോഹിം സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ കൈപ്പണിയാണ് ഞാൻ. मैं बोलने वाला एलोहीम परमेश्वर का सृष्टि हूं मैं. എനിക്കൊരു ഉടയവനുണ്ട്. मुझे बनाया हुआ एक परमेश्वर है. ദൈവമൈതലേ, हे मेरे प्रियो, ഒറ്റ വാക്കിനാൽ एक ही शब्द में ആകാശത്തെയും ഭൂമിയെയും അവൻ സൃഷ്ടിച്ചുവെങ്കിൽ, आकाश और भूमि को उन्होंने बनाया അവന്റെ तो, വചനം കൊണ്ട് സൃഷ്ടിച്ചുവെങ്കിൽ, उनके वचन से उन्होंने बनाया तो, ബിഗ് ബാങ് എന്നൊക്കെ പറഞ്ഞ് സയൻസും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ഒരു ശബ്ദത്താലെ സകലം ഉളവായതെന്ന്. साइंस इज ए बिग बैंग थ्योरी बोलता है, जो कहते हैं एक आवाज से मॉलिक्यूल्स और ये सारे चीजों का फॉर्मेशन हुआ. ഈ ശബ്ദത്തിന്റെ ഉറവിടം അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ये आवाज कहां से निकला शायद उन्हें नहीं मालूम, കാരണം അവർ ബുദ്ധിയെ കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, क्योंकि वे अपनी अंडरस्टैंडिंग में जब परमेश्वर को ढूंढते ഇന്ന് हैं. പകൽക്കാലം വിളിച്ചു പറയട്ടെ, मैं आज आपको ആ बताऊं, ശബ്ദത്തിന്റെ ഉറവിടം മറ്റാരുമല്ല, उस आवाज का सृजनहार ഞാനും कोई नहीं. നിങ്ങളും വിളിക്കുന്ന, വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന എലോഹീമാണ്. मैं और आप आराधना करने वाले, विश्वास करने वाला परमेश्वर जिसका नाम एलोहीम है. അബ്രഹാം ആ ദൈവത്തിൽ വിശ്വസിച്ചു. अब्राहम ने विश्वास किया. എങ്ങനെ വിശ്വസിച്ചു? कैसे विश्वास किया? ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവമുണ്ടെന്ന്, अनदेखी चीजों को देखी मंडल में विश्वास करने वाला एक परमेश्वर है करके उसने विश्वास किया. ഇന്ന് പകൽക്കാലം താങ്കൾ വിശ്വസിക്കോ? आज आप विश्वास करें. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ഉളവാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ना रहने वाले चीज को रहने वाले रीति में बनाने वाला एक योग्य परमेश्वर है करके विश्वास എന്ന് करो. പറഞ്ഞാൽ बोलने से താങ്കൾക്ക് വേണ്ടി ഇല്ലാത്ത വേക്കൻസി ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. आपके लिए ना रहने वाला वैकेंसी मेरा खुदा खोल सकता है. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, आज आप
विश्वास करेंगे? സഹോദരി സോഫിയയോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, बहन सोफिया से मैं भविष्यवाणी करूं, നീ ഇന്നലെ കൊടുത്ത ഇന്റർവ്യൂവിൽ कल तुमने दिया वो इंटरव्यू में മറ്റെത്ര പേര് വന്നാലോ कितने भी लोग क्यों ना आए, ഇന്നു രാത്രി ഇന്ന് പകൽ വിശ്വസിക്കോ, आज तुम विश्वास करो, അവൻ എനിക്ക് വേണ്ടി ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണെന്ന്. उसने मेरे लिए वो पोस्ट क्रिएट किया है. ഇന്ന് പകൽ ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ कितने लोग विश्वास करेंगे जब आप ये वचन सुनते हो? ഈ ജോലി നിനക്ക് തന്നെ ലഭിക്കും. ये काम तुम्हें मिलेगा. യേശുവിൻ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാമോ? यीशु के नाम से आमीन बोल के स्वीकार करो. Praise the Lord. हालेलुया. അറിയാതെ പ്രവചനം പറഞ്ഞതല്ല, मैंने ना जानते भविष्यवाणी नहीं बोला है, പേരറിയാതെ പറഞ്ഞതല്ല. हम ना जानते हुए नहीं ഇത് बोला. എന്റെ സഭയിൽ സഹോദരി സോഫിയോടാണ് ഞാൻ സംസാരിച്ചത്. मेरे कलिसिया में आने वाली एक बहन है जिसका नाम सोफिया है. ഇന്നലെ രാത്രി അവർ എന്നെ വിളിച്ചിരുന്നു. कल रात को उन्होंने मुझे बुलाया. അവർ ഇന്നലെ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. वे कल एक इंटरव्यू दिए, പക്ഷേ ഇന്റർവ്യൂ എടുത്തവർ പറഞ്ഞു लेकिन इंटरव्यू ने लिए वे लोग വേറെ बोले ചില കാൻഡിഡേറ്റുകൾ കൂടി ഉണ്ട്, कई सारे कैंडिडेट्स हैं, അവരെ കൂടി ഇന്റർവ്യൂ ചെയ്തിട്ട് നിങ്ങളെ വിളിക്കാം. उन लोगों को भी इंटरव्यू करके बुलाएंगे. ഇത്രയും കാര്യങ്ങളോട് പറഞ്ഞു. इतना बातें मुझे बोला, പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറഞ്ഞു. प्रार्थना करने के लिए बोले. പ്രാർത്ഥിച്ച ഞാൻ प्रार्थना किए वो ഈ मैं, വചന ശുശ്രൂഷയുടെ നടുവിലോ ये वचन के सेवा के ആത്മാവിൽ बीच में പ്രവചിക്കുവാൻ ആത്മാവ് आत्मा में പറയുന്നുണ്ടോ? भविष्यवाणी करने के लिए आत्मा ഞാൻ कहता है, ആത്മാവിൽ मैं പ്രവചിക്കുന്നു. आत्मा में बोलूं. നീ ഇന്ന് പകൽ വിശ്വസിക്കുവാൻ तुम തയ്യാറാകുന്നുവെങ്കിൽ अगर विश्वास करोगे ഈ तो പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെ അപ്പോയിന്റ് ചെയ്യുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഉറപ്പോടുകൂടി വിശ്വസിക്കോ. ये पोस्ट तुम्हारे लिए परमेश्वर क्रिएट करेगा, करिए तुम विश्वास करो. നിന്റെ വിശ്വാസം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. तुम्हारा विश्वास तुम्हारे लिए काम करेगा. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുന്നു. एक बात मैं याद रखता हूँ, ഇന്ന് ആ സഹോദരൻ ദുബൈയിലാണ്. आज वो भाई दुबई में है. പക്ഷെ ഞങ്ങളുടെ മറ്റു സഹോദരനായ ബദർ പീറ്ററിന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു അദ്ദേഹം. हमारे एक भाई का एक मित्र, അവർ രണ്ടുപേരും എയർഫോഴ്സ് ഒരുമിച്ച് ജോലി ചെയ്തതാണ്. वे दोनों एयरफोर्स में काम किए, രണ്ടുപേരും റിട്ടയർ ആയിട്ട് വന്നു. दोनों रिटायर होके आए. ആ മറ്റേ സഹോദരൻ HAL എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു. बैंगलोर के HAL में उन्होंने एक इंटरव्यू दिया. ആ വേക്കൻസിയിൽ താൻ പഠിച്ച രീതിയിലുള്ള വേക്കൻസി അതിനകത്തില്ലായിരുന്നു. उन्होंने जो पढ़ाई किया था उस पढ़ाई के हिसाब का एक वैकेंसी उनके लिए नहीं था. അദ്ദേഹം വന്ന് സഭയിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം वे कलिशा में आने वाले समय അദ്ദേഹം पर എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു उन्होंने मुझसे आके कहा, എനിക്കെന്തോ ഇതുപോലെ ആത്മാവിൽ തോന്നി. मुझे कुछ ऐसे आत्मा में मुझे लगा, ഈ വചനത്തിൽ അബ്രഹാം വിശ്വസിച്ചപ്പോൾ ഞാൻ വിശ്വസിച്ചതോ. मैंने जैसे अब्राहम ने विश्वास किया वैसे विश्वास किया. ഞാൻ പറഞ്ഞു ഇല്ലാത്ത പോസ്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് തങ്ങൾക്ക് തരുവാൻ കഴിയും. मैंने बोला ना रहने वाले पोस्ट परमेश्वर तुम्हारे लिए क्रिएट कर सकता है. അദ്ദേഹത്തിന്റെ പേര് ഡിസൂസ എന്നാണ്. उसका नाम डिसूजा है. അദ്ദേഹം അത് വിശ്വസിച്ച് ഞാനത് പ്രാർത്ഥിച്ചു. उन्होंने विश्वास किया, हमने प्रार्थना മൂന്നാം किया. ദിവസം കോൾ വന്നു HAL ൽ നിന്നും. तीसरे दिन कॉल आया HAL से. തനിക്ക് അതുപോലെ ഒരു പോസ്റ്റ് ഉണ്ടാക്കി തന്നെ അവിടെ അവർ അപ്പോയിന്റ് ചെയ്തു. आप भरोसा नहीं करेंगे, उनके लिए एक पोजीशन उन्होंने क्रिएट किया और उनको बुलाया. ഇന്ന് പകൽക്കാലം आज सुबह ഞാൻ വിശ്വസിക്കുന്ന ദൈവം, मैं विश्वास करने वाला परमेश्वर, ഞാൻ പ്രസംഗിക്കുന്ന मैं ദൈവം, प्रचार करने वाला ഞാൻ परमेश्वर, ആരാധിക്കുന്ന मैं ദൈവം, आराधना करने वाला നാം परमेश्वर, ഒരുമിച്ച് ഉയർത്തുന്ന हम ദൈവം, एक साथ मिलकर ऊंचा करने അവന്റെ वाला നാമം परमेश्वर, എലോഹീം उसका എന്നാണെങ്കിൽ, नाम एलोहीम है तो, സൃഷ്ടികർത്താവ് എന്നാണെങ്കിൽ सृष्टि करता है तो, ഇന്ന് പകൽ വിശ്വസിക്കോ. आज आप विश्वास करें. ഇല്ലാത്തതിനെ ഉളവാക്കുവോ. ना रहने वाले चीजों को അതൊരു बनाने के लिए ജോലിയാകട്ടെ, कोई काम क्यों ना हो, അല്ല ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങൾ പോലും ആകട്ടെ, आपके शरीर का कोई अंग क्यों ना हो, കേടുവന്ന അവയവമാകട്ടെ, खराब हुआ कोई अंग क्यों ना അത് हो, മാറ്റി പുതിയത് സൃഷ്ടിക്കുവാൻ वो बदल कर नया बनाने എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ये खुदा से होगा ഇന്ന് करके പകൽ തങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ अगर आप विश्वास करेंगे അതുപോലെ തന്നെ സംഭവിക്കേണ്ടേ തീരും. वैसे ही होगा. എലോഹീം, एलोहीम സൃഷ്ടികർത്താവായ ദൈവം. सृष्टिकर्ता परमेश्वर. ഞാൻ ഒരു പേരും കൂടി പറഞ്ഞ് നിർത്തുവാൻ मैं ആഗ്രഹിക്കുന്നു. एक और नाम बोलकर मैं बंद करूं, ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ചയിൽ ചിന്തിക്കും. बाकी की बातें हम अगले हफ्ते की ओर ध्यान കാരണം ഒരു करेंगे. 10 പേര് ഞാൻ ഇവിടെ ഇപ്പോൾ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. मैंने यहाँ पर 10 नाम परमेश्वर के लिखे हैं. ഞാനത് എല്ലാം വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. यहाँ पर सभी कुछ बोलने के लिए मेरे पास समय नहीं അടുത്ത है. ആഴ്ച അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ആഴ്ചകളിൽ തുടർമാനമായിട്ട് നമുക്ക് ചിന്തിക്കാം. आने वाले हफ्तों में हम इसकी एक सीरीज में बढ़ेंगे. ഒന്നാണ് എലോഹീം, ദ ക്രിയേറ്റർ ഗോഡ്. एक है एलोहीम द क्रिएटर गॉड, രണ്ടാണ് യാവേ, ഐ ആം ദി ഐ ആം. दूसरा है यावे मैं जो हूं सो हूं, മൂന്ന് അബ്ബാ ഫാദർ, तीसरा है अब्बा पिता, അല്ലെങ്കിൽ അബ്ബ ഫാദർ. नहीं तो अब्बा उसका मतलब है എൽ पिता. എലോ एलियोन, गॉड द मोस्ट हाई. एल एलियोन जिसका मतलब है परमेश्वर जो महान. എൽ റോയ്, ദ ഗോഡ് ഹൂ സീസ്, നമ്മെ കാണുന്ന ദൈവം. एल रोही जिसका मतलब है हमें देखने वाला परमेश्वर. എൽ ഷദായ്, സർവശക്തനായ एल ദൈവം. शदाई सर्वशक्तिमान परमेश्वर. യാവേ ഇരേ, നമുക്ക് വേണ്ടി കരുതുന്നവൻ, പ്രൊവൈഡ് ചെയ്യുന്നവൻ. यावे इरे हमारे लिए प्रबंध करने वाला. യഹോവ നിസ്സി, അവരുടെ ജയക്കൊടിയാകും. यहोवा
निसी वो मेरा जय का झंडा है। യഹോവ റാഫ എന്നെ സൗഖ്യമാക്കുന്നു. यहोवा राफा वो मुझे चंगाई देता है। യഹോവ ഷാലോം the Lord is peace. यहोवा शालोम परमेश्वर शांति है। യഹോവ ഷമ്മ എന്നോട് കൂടെയിരിക്കുന്നു. यहोवा शम्मा वो मेरे साथ है। എന്നാൽ ഇന്ന് പകൽക്കാലം രോഗികൾക്ക് വേണ്ടി ഒരു വചനത്തെ റിലീസ് പ്രാർത്ഥിക്കുവാൻ ആത്മാവിന്റെ പ്രത്യേക ഗൈഡൻസ് लेकिन എനിക്കുണ്ട്. आज सुबह रोगियों के लिए एक आत्मा में एक गाइडेंस है आप लोगों के लिए बताने के लिए। അതുകൊണ്ട് ഞാൻ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. इसलिए निर्गमन 15 उसको 26 में पढ़ना चाहता हूँ। 15-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം പറയുന്ന പ്രകാരമാണ്. 15 का 26 इस प्रकार कहता है, നിന്റെ ദൈവമായ യഹോവയുടെ വാക്കെന്ന് ശ്രദ്ധയോടെ കേട്ടവന് പ്രസാദമുള്ള ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ചോ അവൻ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്യും. ഞാൻ മിസ്രയീമിലേക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുക ഇല്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്നരുളി ചെയ്തു. देखिए ध्यान से सुनने पाए मेरे साथ अब हिंदी में पढ़ सकते हैं। 26वीं आयत 15 का कहता है, यदि तू अपने परमेश्वर यहोवा का वचन तन मन से सुने और जो उसकी दृष्टि में ठीक है वही करे और उसकी आज्ञाओं पर कान लगाए और उसकी सब विधियों को माने, तो जितने रोग मैंने मिस्रियों पर भेजे हैं उनमें से एक भी तुझ पर ना भेजूंगा, क्योंकि मैं तुम्हारा चंगा करने वाला यहोवा हूँ। ആമേൻ പറയാമോ? आमीन बोल सकते हैं। ദൈവം ഞാൻ എന്നവൻ പറയുകയാ. परमेश्वर कहता है मैं। നിങ്ങളും ഞാനും ചോദിച്ചില്ലേ ആരാണ് നീ? मैंने और आपने पूछा कौन है वो? എന്താ നിന്റെ പേര്? क्या है तुम्हारा नाम? അവൻ പറയുകയാ उसका नाम है ഞാൻ യാഫേ യഹോവ റാഫ. मैं हूँ यहोवा राफा। യാഫേ റാഫ याफे राफा എന്ന് പറഞ്ഞാൽ बोलने से നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. तुम्हें चंगा करने എന്നിട്ട് वाला। എന്താ പറഞ്ഞത്? वह क्या बोला? നീ എന്റെ കൽപ്പനകളെ അനുസരിച്ചാൽ, अगर मेरी आज्ञाओं को നീ मानने എന്റെ से, വഴികളിൽ നടന്നാൽ, मेरे राहों पर चलने ഹേ से, ശ്രദ്ധിച്ചു കേൾക്കൂ. ध्यान से सुनो, മിസ്രയീമിൽ ഞാൻ വരുത്തിയ വ്യാധികൾ ഒന്നുപോലും നിനക്ക് വരികയില്ല. मिस्रियों के ऊपर मैंने भेजा हुआ कोई भी मरिया तुम्हारे ऊपर नहीं आएगा। അല്ല, വ്യാധികൾ വന്നാൽ പോലും रोग आने से भी നീ മരിക്കുകയില്ല. हे, ध्यान से सुनो, तू नहीं ഞാൻ मरेगा। നിന്നെ സൗഖ്യമാക്കുന്ന क्यों? യഹോവ. क्योंकि मैं तुम्हें चंगा करने वाला ഇന്ന് यहोवा। പകൽക്കാലം आज सुबह ആ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കര चंगा करने वाला परमेश्वर का അത് हाथ താങ്കളുടെ മേൽ വരികയാണ്. वो आपके ऊपर आता है। ഇന്ന് പകൽക്കാലം आज सुबह ആ യേശുവിന്റെ നാമത്തിൽ, यीशु के नाम में, സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ चंगा करने वाले यीशु के नाम ഇന്ന് में പകൽ आज सुबह വചനമയക്കുന്നു. वचन भेजता കാരണം हूं। എന്റെ വചനം പറയുന്നു मेरा वचन कहता അവൻ है വചനമയച്ച് സൗഖ്യമാക്കുന്ന യഹോവ. वचन भेज कर चंगा करने ഇന്ന് वाला। പകൽക്കാലം आज सुबह പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് ये पुलपिट से ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രമിക്കുന്നവർക്ക് വേണ്ടി ब्रह्मांड की ओर से हमें सुनने वाले लोग ദൈവത്തിന്റെ അത്ഭുത ശക്തിയുള്ള ഈ വചനം परमेश्वर का सामर्थ्य वचन ഞങ്ങൾ റിലീസ് ചെയ്ത് പറയുന്നു. हम आपके लिए रिलीज करते ഇപ്പോൾ, हैं। इस समय ഇപ്പോൾ, इस समय ഇപ്പോൾ, इस समय ഇപ്പോൾ इस समय സൗഖ്യമാക്കുന്ന चंगाई देने वाला ദൈവത്തിന്റെ കരം परमेश्वर का നിന്റെ हाथ മേൽ വരികയാ. हमारे ऊपर ആ आए। ശക്തി നിന്റെ മേൽ വരികയാ. वो सामर्थ्य കാരണം आए। അവൻ പറയുന്നു वो कहता है ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. मैं तुम्हें चंगा करने ഞാൻ वाला നിന്നെ परमेश्वर, സൗഖ്യമാക്കുന്ന യഹോവ. चंगा करने वाला परमेश्वर। ശക്കായ റബകലദാരമാന. Father, we bless you, Lord. പ്രാർത്ഥിക്കുന്ന കർത്താവേ, Oh, Rabbi. ആ രോഗബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ ആ വ്യക്തികളിൽ നഴിഞ്ഞു മാറട്ടെ. വിശ്വസിക്കുന്നതിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയത്തക്ക മണ്ഡലത്തിൽ ഓരോ വ്യക്തികളും അനുഭവിക്കത്തക്ക മണ്ഡലത്തിൽ ആ ദൈവശക്തി ഇപ്പോൾ അവിടെ മേൽ വ്യാപരിച്ച് ആ രോഗബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ.